പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനമോൾ ഇവിടുന്ന് പോകാൻ പാടില്ല, ആര് പോയാലും ശരി തന്നെ നയനമോൾ ഇവിടെ ഉണ്ടാവണമെന്ന് മുത്തശ്ശൻ തീർത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ശരി വേണ്ട, അവൾ ഇവിടെ നിന്നോട്ടെ, ഞാൻ പൊക്കോളാം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവളാണ്. നീ കാരണം ഞാൻ എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ഞാൻ എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ജലജ പറയുന്നുണ്ട്, അച്ഛൻ എന്ത് പണി നീ കാണിക്കുന്നത്? എൻ്റെ കാര്യം പോട്ടെ, ഞാൻ ഏട്ടത്തിൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞത് പോട്ടെ, ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ ഏട്ടത്തി. ഏട്ടത്തി പറഞ്ഞപ്പോണെന്ന് കേട്ടിട്ട് പോലും അച്ഛനൊരു വിഷമമില്ല. അച്ഛൻ ഇവളാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടരുത്, ഈ പെരുങ്കള്ളിന്ന് നയനനെ വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, നീ അങ്ങനത്തെ സംസാരം വേണ്ട, മോളല്ല പെരുങ്കള്ളി, നീയാണ് പെരുങ്കള്ളി, നിന്റെ മോനും. അച്ഛനില്ലാത്തതിൻ്റെ എല്ലാ പാകപ്പിഴകളും അവനുണ്ട്, ഒരു കുലം മുടിക്കാൻ അവൻ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. നവ്യനോട് അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നവ്യ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ ഈ നയനമോള് മറ്റുള്ളവർക്ക് വേണ്ടി കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു നുണ പറയേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ മോളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൻ്റെ കാര്യം എനിക്കും മാത്രം അറിയുള്ളൂ, നിങ്ങൾക്ക് നാളെ അത് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് മുത്തച്ഛൻ. അങ്ങനെ ശരിക്കും ദേവയാനി അവിടെ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ പോകാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. മുത്തശ്ശന് ഇനി കുറച്ച് നാളും കൂടെ ആയുസുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഞെട്ടുന്നു, ഓരോരുത്തരെ മാറി കാണിക്കണേ. ഇനി പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം തെറ്റ് ചെയ്തവർക്ക് വേണ്ടി എൻ്റെ അമ്മ വീട് വിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ എനിക്കിനി ഇത് പറയാതെ നിവർത്തില്ല. മുത്തശ്ശന് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ, മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ എല്ലാം സഹിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് എല്ലാവരും. അതുപോലെ തന്നെ നയനയും മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മുത്തശ്ശന് ക്യാൻസറിന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശന് സന്തോഷം മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് മോനെ എന്നോട് പറയാഞ്ഞെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി പൊട്ടിക്കരയുന്നു. മുത്തശ്ശി മാത്രമല്ല കേട്ടോ, ദേവയാനിക്ക് വലിയ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, ശരി, അച്ഛന് വേണ്ടി ഞാൻ പോകുന്നില്ല, ഇവളിവിടെ നിന്നോട്ടെ എന്നും പറഞ്ഞ് നയനയുടെ കാര്യത്തിലൊരു തീരുമാനമാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഭയങ്കര വഴക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന്റെ പേരിൽ ഇനി ആരെയും ഒന്നും പറയാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് നയനമോളെ ഒന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. നയനമോളോട് പറയുന്നുണ്ട്, മോൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് മുത്തശ്ശന് മനസ്സിലായി. പക്ഷെ മുത്തശ്ശന് വേണ്ടി മോൾ ഇവിടെ നിൽക്കുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായി. അതുകൊണ്ട് മുത്തശ്ശന്റെ സന്തോഷമാണ് മോൾ ആഗ്രഹിക്കുന്നതെന്നും എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ മോൾ ഇവിടെ നിന്ന് പോകരുതെന്ന് പറയുന്നത്. പിന്നീട് മുത്തശ്ശി മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നയന ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, അമ്മേ എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തതാണെന്ന്, പക്ഷെ ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല, അപ്പം നീ മിണ്ടരുത്, നീ ഇനി ഇവിടെ മിണ്ടിപ്പോകരുതെന്ന് പറയുന്നത്. നീ എൻ്റെ അച്ഛന് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ മനസ്സിൽ നീ ഒന്നുമില്ല, നീ എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് ദേവയാനി ദേഷ്യപ്പെട്ട് പോകും. അപ്പോൾ പിന്നെ അതുപോലത്തെ അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ സമാധാനിപ്പിക്കുന്നുണ്ട്, മോളെ ഒരിക്കൽ മോൾ ഇവിടെ നിന്ന് ഒരു മഴയത്ത് ഇറങ്ങിപ്പോയതല്ലേ, അന്ന് ഞാനാണ് മോളെ പിടിച്ചകത്തേക്ക് കയറ്റിയത്, ഇന്ന് അച്ഛൻ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, മോള് സമാധാനപ്പെടുന്നു പറഞ്ഞ് അയാളും പോകുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻ ആദർശിനോട് പറയുന്നുണ്ട്, മോനെ ചെയ്തത് തെറ്റാണെന്നറിയാം, എന്നാലും അച്ഛൻ സത്യമായിട്ട് പറയുന്നത്, ഇന്ന് ഈ നേരത്ത് മാത്രമേ ഞാനിത് അറിഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ മോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടി ഒരു ത്യാഗം ചെയ്തതുണ്ട് എൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു തെറ്റും ചെയ്യാത്ത ഒരാളാണ്, ഞാൻ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായില്ല, പക്ഷെ ഇവളെ കണ്ടു മുതൽ അന്ന് തുടങ്ങി എൻ്റെ പരാജയം എന്ന് പറഞ്ഞ് ആദർശം പോകും. പിന്നീട് ജലജ നമ്മുടെ ഗോവിന്ദനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, നാണം കെട്ടവൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നയന പറയുന്നുണ്ട്, എന്നെ എന്ത് വേണേലും പറഞ്ഞു, എൻ്റെ അച്ഛനൊന്നും പറയുന്നവരപ്പോൾ പറയൂടി, നിന്നെ പോലെ ഇവളെ പോലെയുള്ള ജന്തുക്കളെ സൃഷ്ടിച്ചില്ലേ, അപ്പൊ ഇയാൾ അതുപോലെ പെൺകുട്ടികൾ അഴിഞ്ഞാടി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് കുത്തിനോക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടുകാരെക്കാളും തെറ്റ് ചെയ്താണ് നിങ്ങളുടെ മോനും നിങ്ങളും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും ശരിക്കും കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കനക ചെന്നിട്ട് മൂദേവി, നീ കാരണമല്ലേ ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത്, എന്റെ മോളുടെ ജീവിതം കൂടി നശിച്ചു പോയില്ലേടി എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ഒരുപാട് അടിക്കുന്നുണ്ട് കനക. പിന്നീട് നന്ദുവും നയനയും ചെന്നുകയറ്റി പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മുത്തശ്ശന്റെ റൂമാണ് കാണിക്കുന്നത്. മുത്തശ്ശന്റെ റൂമിൽ മുത്തശ്ശി എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശന്റെ തോളിൽ കിടന്ന് കരയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയോട് തന്റെ ഈ കരച്ചിൽ എന്നോടോ ഞാനിതൊന്നും പറയണ്ടെന്ന് പറഞ്ഞത്, കാരണം തനിക്ക് അറിഞ്ഞൂടെ, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യമാര് പോയതുപോലെ
ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വില മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. താൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പോയാൽ തന്റെ ശൂന്യത എനിക്ക് അറിയാണ്ടിരിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ഒരുപാട് വിഷമത്തോടെയൊക്കെ പറയുമ്പോ ദേവയാനിയും അതുപോലെ തന്നെ ആദർശും ആദർശിന്റെ അച്ഛനൊക്കെ റൂമിലേക്ക് വരുന്നുണ്ട്. അച്ഛൻ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി നയനനെ ഞങ്ങൾ പറഞ്ഞയച്ചില്ലല്ലോ, അവളോട് നിന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞതും കൊണ്ട് കാര്യമായില്ല മോളെ, അവളെ വേദനിപ്പിക്കരുത്. കാരണം അവൾ ഈ വീടിന് വേണ്ടി കഴിഞ്ഞിട്ട് ത്യാഗം ചെയ്തതൊന്നും മാത്രമല്ല, അവൾ ഈ വീട്ടിലെ ഒരു മഹാലക്ഷ്മി എന്ന് നിങ്ങൾക്ക് ഇന്നല്ല നാളെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ എന്തായാലും ആദർശും മുത്തശ്ശനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഭാഗം കഴിയുന്നു. പിന്നീട് യാത്ര പറഞ്ഞു പോകുമ്പോൾ കനകയും ഗോവിന്ദനും നന്ദും നയന അവിടെ അടുത്ത് വന്ന് കരയുന്നുണ്ട്. മോളെ കൊണ്ടുപോകാൻ അച്ഛൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണ്. കാരണം മോൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായതാണ്. പക്ഷെ മുത്തശ്ശന് വേണ്ടി എൻ്റെ മോളെല്ലാം സഹിക്കണമെന്നും മനസ്സിലായി. അതുകൊണ്ട് മോൾ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശൻ ഇത്രയ്ക്കും അസുഖമുള്ള കാര്യം. എന്തായാലും എന്നെ കുറിച്ച് അച്ഛൻ ആലോചിക്കുകയേ വേണ്ട. ഞാൻ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എത്ര കഷ്ടപ്പെട്ടാലെന്ന് പറയുന്നുണ്ട്. മോള് ഒരു തെറ്റ് ചെയ്തെന്നുള്ളത് ശരിയാണ്. കാരണം നമ്മളെ കൊല്ലാതെ കൊല്ലുന്ന അവൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് നീ ഒരു സത്യം മറക്കരുതായിരുന്നു, അമ്മനോടെങ്കിലും പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അവളെ പോലെ ഒരുത്തിക്ക് വേണ്ടി മോൾ എന്തിനാ മോളെ ജീവിതം നശിപ്പിച്ചത്? ഇപ്പൊ എന്തായി? തെറ്റ് ചെയ്തതിനേക്കാളും കുറ്റം കൂടുതൽ കിട്ടിയേക്കണ എൻ്റെ മോൾക്കല്ലേ. ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി അവളെക്കാളും കൂടുതൽ ശിക്ഷ കിട്ടിയത് നിനക്കാണ്. നിന്നെ ഇനി ആദർശവും അതുപോലെ തന്നെ ദേവയാനിയും നിന്നെ സ്വീകരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് നയന. ഇനി തന്റെ ജീവിതത്തിൽ ആദർശവും അതുപോലെ തന്നെ തന്റെ അമ്മായിമ്മയും തന്നെ മനസ്സിലാക്കുകയില്ല, തന്നെ മരുമോളായി കാണുകയില്ല, ഭാര്യയായി കാണില്ല എന്നുള്ള സത്യം വിഷമത്തോടെ എന്നെ ശരിക്കും നയന മനസ്സിലാക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.